ചെപ്പോക്കിലെ മഞ്ഞക്കടൽ ഇരമ്പിയാർത്തു. CSK എന്ന അലർച്ചയിൽ സ്റ്റേഡിയം കുലുങ്ങി. എല്ലാവരും കാത്തിരുന്നത് ഋതുരാജിന്റെയും സഞ്ജുവിന്റെയും വെടിക്കെട്ടിനു വേണ്ടിയായിരുന്നു. പക്ഷേ ക്രിക്കറ്റ് എന്ന അനിശ്ചിതത്വങ്ങളുടെ കളിയിൽ വിധി മറ്റൊന്നായിരുന്നു. CSK ഉയർത്തിയ 210 റൺസ് എന്ന ഹിമാലയൻ ലക്ഷ്യം 8 പന്ത് ബാക്കി നിൽക്കെ തകർത്തെറിഞ്ഞ് ശ്രേയസ് അയ്യരും സംഘവും വിജയക്കൊടി പാറിച്ചു. നമസ്കാരം, ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചെന്നൈയിലെ ചരിത്രപ്രസിദ്ധമായ ചിദംബരം സ്റ്റേഡിയം അഥവാ സാക്ഷാൽ ചെപ്പോക്കിൽ നടന്ന 7ാമത്തെ മഹാപോരാട്ടത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സും പഞ്ചാബ് കിങ്സും നേർക്കുനേർ വന്നപ്പോൾ ആർത്തലയ്ക്കുന്ന കടൽ തിരമാലകളെപ്പോലും നിഷ്പ്രഭമാക്കുന്ന ഒരു കൂറ്റൻ മഞ്ഞക്കടലായി ആ മൈതാനം മാറിയിരുന്നു. സമുദ്രതീരത്തെ ഈ സ്റ്റേഡിയത്തിലെ ഈർപ്പം നിറഞ്ഞ സായാഹ്നത്തിൽ ടോസ് നേടിയ പഞ്ചാബ് നായകൻ ശ്രേയസ് അയ്യർ പിച്ചിന്റെ സ്വഭാവവും മഞ്ഞുവീഴ്ചയും മുൻകൂട്ടി കണ്ട് തന്ത്രപരമായി ആദ്യം ബോളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. സ്വന്തം തട്ടകത്തിൽ ബാറ്റിംഗിനിറങ്ങിയ യെല്ലോ ആർമിയുടെ പുതിയ താരോദയങ്ങൾക്കായി തലയുടെ നഗരം ശ്വാസമടക്കി കാത്തിരുന്നു. അമ്പയർമാരുടെ സിഗ്നൽ വന്നതും മഞ്ഞ ജേഴ്സി അണിഞ്ഞ ചെന്നൈയുടെ ഇതിഹാസ നായകൻ ഋതുരാജ് ഗെയ്ക്വാദും സ്ഫോടനാത്മക ബാറ്റ്സ്മാനായ സഞ്ജു സാംസണും മൈതാന മധ്യത്തിലേക്ക് നടന്നെടുത്തു. CSK എന്ന ആരാധകരുടെ അലർച്ചയിൽ സ്റ്റേഡിയം അക്ഷരാർത്ഥത്തിൽ പ്രകമ്പനം കൊണ്ടു. ഓസ്ട്രേലിയൻ പേസർ സേവിയർ ബാറ്റ്ലെറ്റ് എറിഞ്ഞ ആദ്യ ഓവറിൽ തന്നെ ഒരു ക്ലാസിക് കവർ ഡ്രൈവിലൂടെ പന്തിനെ വെടിയുണ്ടയുടെ വേഗത്തിൽ അതിർത്തി കടത്തി ഗെയ്ക്വാദ് തന്റെ വരവറിയിച്ചു. പഞ്ചാബ് ക്യാമ്പിന് നൽകിയ വ്യക്തമായ ഒരു മുന്നറിയിപ്പായിരുന്നു ആ ബൗണ്ടറി. എന്നാൽ ക്രിക്കറ്റിലെ അനിശ്ചിതത്വങ്ങൾ പുറത്തുവരാൻ തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പഞ്ചാബിന്റെ പ്രത്യാക്രമണം അപ്രതീക്ഷിതമായിരുന്നു. 2ാം ഓവറിൽ തന്ത്രം മാറ്റിയ ബാറ്റ്ലെറ്റ് പിച്ചിൽ കുത്തി അപകടകരമായി പുറത്തേക്ക് തിരിഞ്ഞ ഒരു മാന്ത്രിക ഔട്ട്സ്വിംഗർ എറിഞ്ഞു. ആക്രമണോത്സുകനായി നിന്ന സഞ്ജു സാംസൺ ആ കെണിയിൽ പൂർണ്ണമായും അകപ്പെട്ടു. ബാറ്റിൽ നേരിയ തോതിൽ ഉരസിയ പന്ത് വിക്കറ്റ് കീപ്പർ പ്രഭ്സിമ്രാൻ സിംഗിന്റെ ഗ്ലൗസുകളിൽ സുരക്ഷിതമായി വിശ്രമിച്ചു. വെറും 7 റൺസ് മാത്രമെടുത്ത ചെന്നൈയുടെ വിശ്വസ്തനായ ബാറ്റ്സ്മാൻ സഞ്ജു സാംസൺ പവലിയനിലേക്ക് മടങ്ങുമ്പോൾ ആർത്തുവിളിച്ചിരുന്ന ചെപ്പോക്കിൽ പെട്ടെന്നൊരു ശ്മശാന മൂകത തളം കെട്ടി. ആരാധകരുടെ മുഖത്ത് ആശങ്കയുടെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി. പക്ഷെ പിന്നീട് അവിടെ സംഭവിച്ചത് ചെപ്പോക്കിന്റെ ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെടേണ്ട ഒരു പുതിയ അധ്യായമായിരുന്നു. മുംബൈയുടെ തെരുവുകളിൽ നിന്ന് വന്ന് ക്രിക്കറ്റ് ലോകത്തെ വിസ്മയിപ്പിച്ച 19കാരനായ യുവതാരം ആയുഷ് മാത്രയുടെ ഗംഭീരമായ അരങ്ങേറ്റത്തിനാണ് പിന്നീട് സാക്ഷ്യം വഹിച്ചത്. ധോണിയെയും സ്റ്റീഫൻ ഫ്ലെമിംഗിനെയും പോലും ഡഗ്ഔട്ടിലിരുത്തി അമ്പരപ്പിച്ച നിടർമായ ബാറ്റിംഗ് വിരുന്നാണ് ഈ യുവസിംഹം കാഴ്ചവെച്ചത്. 4ാം ഓവറിൽ ബാറ്റ്ലെറ്റിനെതിരെ തുടർച്ചയായ 3 പ്രഹരശേഷിയുള്ള ബൗണ്ടറികൾ പറത്തിക്കൊണ്ട് മാത്രമേ തന്റെ നശീകരണ സ്വഭാവം വെളിപ്പെടുത്തി. മിഡ് ഓണിന് മുകളിലുള്ള ഷോട്ട്, കൈക്കുഴിയുടെ മാന്ത്രികതയോടുള്ള ഫ്ലിക്ക്, പിന്നെ കൃത്യതയാർന്ന പുൾ ഷോട്ട്. പഞ്ചാബിന്റെ ബോളിംഗ് നിരയുടെ നട്ടെല്ലൊടിക്കുന്നതായിരുന്നു അത്. 6ാം ഓവറിൽ ദക്ഷിണാഫ്രിക്കൻ അധികായനായ പേസർ മാർക്കോ ജാൻസൺ എറിഞ്ഞ ഷോട്ട് ബോളിൽ തെല്ലും ഭയപ്പെടാതെ പന്തിനെ 2ാമത്തെ നിലയിലേക്ക് കൂറ്റൻ സിക്സറിലൂടെ പറത്തിവിട്ടപ്പോൾ മൈതാനം വൈദ്യുത തരംഗങ്ങൾ ഏറ്റതുപോലെ മാത്രേ എന്ന മന്ത്രത്താൽ മുഖരിതമായി. പവർ പ്ലേ അവസാനിക്കുമ്പോഴേക്കും താനിവിടെ വെറുതെ കളിക്കാനല്ല, ഭരിക്കാൻ തന്നെയാണ് വന്നതെന്ന് ആ 19കാരൻ അടിവരയിട്ട് കഴിഞ്ഞു. ചെപ്പോക്കിലെ ഈർപ്പം നിറഞ്ഞ കാറ്റിനേക്കാൾ ചൂടുപിടിച്ചിരുന്നത് മൈതാനത്തൊഴുകിയ റണ്ണുകളുടെ പ്രവാഹത്തിലായിരുന്നു. 9ാം ഓവറിൽ റണ്ണൊഴുക്ക് തടയാൻ പഞ്ചാബ് ക്യാപ്റ്റൻ തങ്ങളുടെ ഏറ്റവും അനുഭവസമ്പന്നനായ ആയുധമായ മാർക്കസ് സ്റ്റോയ്നിസിനെ പന്തേൽപ്പിച്ചു. എന്നാൽ തന്റെ തന്ത്രപരമായ സ്ലോവർ ഡെലിവറികളെ കാത്തിരിക്കുന്നത് അസാമാന്യമായ ഒരു കൊടുങ്കാറ്റാണെന്ന് സ്റ്റോയ്നിസ് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ഒരു വലിയ പേരിന്റെയും ഭാരമില്ലാതെ സ്റ്റോയ്നിസിന്റെ ആദ്യ പന്ത് തന്നെ വായുവിൽ മുൻകൂട്ടി കണ്ട് ലോങ് ഓഫിന് മുകളിലൂടെ ആകാശത്തേക്ക് പറത്തിവിട്ട ആയുഷ് മാത്രേ ആ ഒറ്റ സിക്സറിലൂടെ IPLലെ തന്റെ കന്നി അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി. കാണികൾക്ക് നേരെ ബാറ്റ് ഉയർത്തുമ്പോൾ ചെപ്പോക്കിലെ മഞ്ഞക്കടൽ ആദരവോടെ എഴുന്നേറ്റു നിന്നു. അതൊരു തുടക്കം മാത്രമായിരുന്നു. അടുത്ത പന്തിൽ സ്റ്റോയ്നിസ് തിരിച്ചുവരവിനായി ലെങ്ത് കുറച്ചെറിഞ്ഞപ്പോൾ ഒട്ടും സമയം കളയാതെ പൊസിഷൻ മാറ്റി മിഡ് വിക്കറ്റിന് മുകളിലൂടെ സ്റ്റാൻസിന്റെ 2ാമത്തെ നിലയിലേക്ക് പന്ത് വീണ്ടും പറന്നു. തുടർച്ചയായ ഈ അടിയേറ്റ് പഞ്ചാബ് ക്യാമ്പിൽ പരിഭ്രാന്തി പടർന്നു. ഈ ചെറുപ്പക്കാരനെതിരെ എന്തു ചെയ്യണമെന്നറിയാതെ ശ്രേയസ് അയ്യരും സ്റ്റോയ്നിസും പകച്ചുനിന്നു. 12ാം ഓവർ തുടങ്ങിയപ്പോൾ പിരിമുറുക്കം അതിന്റെ പാരമ്യത്തിലെത്തി. ചെസ് കളിക്കാരന്റെ ബുദ്ധിയുള്ള സ്പിൻ മാന്ത്രികൻ യുസ്വേന്ദ്ര ചാഹലിനെ അയ്യർ പന്തേൽപ്പിച്ചു. തന്റെ മാന്ത്രിക വിദ്യകളിലൂടെ മികച്ച ഫോമിലുണ്ടായിരുന്ന ചെന്നൈ ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദിനെ ചാഹൽ കുടുക്കി. ലെഗ് ബ്രേക്ക് ഫൈൻ ലെഗിലേക്ക് സ്വീപ്പ് ചെയ്യാൻ ശ്രമിച്ച ഋതുരാജിന്റെ ബാറ്റിൽ തട്ടി വായുവിലുയർന്ന പന്ത് നേഹൽ വധേരയുടെ കൈകളിൽ ഡൈവിംഗിലൂടെ ഭദ്രമായി ഒതുങ്ങി. 28 റൺസെടുത്ത് ഋതുരാജ് മടങ്ങിയതോടെ നിശബ്ദതയെ ഭേദിച്ച് സിക്സർ കിങ് ശിവം ദുബെ മൈതാനത്തേക്ക് കടന്നുവന്നു. ആ ഓവറിന്റെ അവസാന പന്തുകളിൽ ശ്വാസം അടക്കിപ്പിടിക്കേണ്ടി വന്ന മറ്റൊരു നാടകീയ മുഹൂർത്തവും കൂടി അരങ്ങേറി. ചാഹലിനെതിരെ വമ്പനടിക്ക് ശ്രമിച്ച ആയുഷ് മാത്രയുടെ ഷോട്ട്പാളി പന്ത് ആകാശത്തേക്ക് ഉയർന്നു. ലോങ് ഓണിൽ നിന്ന് ഓടിയെത്തി സ്ലൈഡ് ചെയ്ത ശശാങ്ക് സിംഗിന്റെ കൈകളിൽ പന്തെത്തിയെങ്കിലും സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ടതിന്റെ ആഘാതത്തിൽ പന്ത് താഴെ വീണു. പഞ്ചാബിന്റെ പ്രതീക്ഷകളെ തകർക്കുന്ന വിധം ആയുഷ് മാത്രയ്ക്ക് ലഭിച്ച ഏറ്റവും വിലപ്പെട്ട ജീവൻദാനമായിരുന്നു അത്. 12 ഓവർ പിന്നിടുമ്പോൾ ചെന്നൈ 2-118 എന്ന അതിശക്തമായ നിലയിലായിരുന്നു. 41 പന്തിൽ 4 ഫോറും 5 കൂറ്റൻ സിക്സറുകളുമടക്കം 69 റണ്ണുമായി മാത്രമേ ക്രീസിൽ വേരുറപ്പിച്ചു കഴിഞ്ഞു.
എന്നാൽ യഥാർത്ഥ വിസ്മയവും രക്തം മരവിപ്പിക്കുന്ന ആവേശവും ഒളിച്ചിരുന്നത് 12 മുതൽ 20 വരെയുള്ള നിർണായക ഡെത്ത് ഓവറുകളിലായിരുന്നു. 13-ാം ഓവറിൽ വിജയ്കുമാർ വൈശാഖ് എറിഞ്ഞ് തീപ്പൊരി പാറിക്കുന്ന ഒരു കൃത്യതയാർന്ന യോർക്കറിലൊടുവിൽ ആയുഷ് മാത്രയുടെ ഇതിഹാസ ഇന്നിംഗ്സിന് തിരശ്ശീല വീണു. പന്ത് സ്ലൈസ് ചെയ്യാനുള്ള ശ്രമം യുസ്വേന്ദ്ര ചാഹലിന്റെ മാന്ത്രികമായ ക്യാച്ചിൽ അവസാനിച്ചപ്പോൾ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചുകൊണ്ടാണ് ചെപ്പോക്ക് ആ 19-കാരനെ യാത്രയാക്കിയത്. തൊട്ടുപിന്നാലെ മാർക്കോ ജാൻസന്റെ പന്തിൽ കാർത്തിക് ശർമ്മ പുറത്തായപ്പോൾ പഞ്ചാബ് ശക്തമായി തിരിച്ചുവരികയാണെന്ന് തോന്നിപ്പിച്ചു. എന്നാൽ ആ സന്തോഷത്തിന് അല്പായുസേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം മൈതാനത്തേക്ക് കടന്നുവന്നത് ആഭ്യന്തര ക്രിക്കറ്റിലെ പോക്കറ്റ് ഡൈനാമോ സർഫറാസ് ഖാൻ ആയിരുന്നു. 15-ാം ഓവറിൽ അർഷദീപ് സിംഗിനെതിരെ സർഫറാസ് ഖാൻ ഫോറുകളുടെ ഹാട്രിക് തികച്ചപ്പോൾ അർഷദീപ് വിയർത്തു. വെറും 12 പന്തിൽ 32 റൺസെടുത്ത് പഞ്ചാബിന്റെ തന്ത്രങ്ങളെ തകർത്തെറിഞ്ഞ ശേഷമാണ് സർഫറാസ് പുറത്തായത്. മത്സരത്തിന്റെ അവസാന 3 ഓവറുകളിൽ ശിവം ദുബെയുടെ സർവനാശകമായ അവതാരമാണ് നമ്മൾ കണ്ടത്. 19-ാം ഓവറിൽ മാർക്കോ ജാൻസനെതിരെ ലോങ് ഓഫിന് മുകളിലൂടെ ഒരു ഗോൾ യന്ത്രം പോലെ പന്തിനെ ആകാശത്തേക്ക് ദുബെ തൊടുത്തുവിട്ടു. ആ ഭീമാകാരമായ സിക്സറിലൂടെ ചെന്നൈ സ്കോർ ബോർഡ് 200 കടന്നു. അവസാന ഓവറെറിയാനെത്തിയ ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റ് അർഷദീപ് സിംഗിനും ദുബെയുടെ ബാറ്റിന്റെ ചൂട് അറിയേണ്ടി വന്നു. 28 പന്തിൽ 45 റണ്ണുമായി തോൽവി അറിയാത്ത പോരാളിയായി ശിവം ദുബെ മൈതാനം വിടുമ്പോൾ ചെന്നൈ 5-ന് 209 എന്ന ഭീമാകാരമായ മലനിരകളിൽ എത്തിച്ചേർന്നു. വേഗത കുറയുന്ന ചെപ്പോക്കിലെ പിച്ചിൽ 210 എന്ന എവറസ്റ്റ് കൊടുമുടി താണ്ടുക എന്നത് പഞ്ചാബ് കിങ്സിന് മുന്നിൽ അസാധ്യമായ ഒരു സ്വപ്നമാണെന്ന് പലരും വിധിയെഴുതി. എന്നാൽ ക്രിക്കറ്റ് എന്ന മാന്ത്രിക കളിയിലെ ഏറ്റവും വിനാശകരമായ ഒരു തിരിച്ചടിക്കാണ് ചെപ്പോക്ക് സാക്ഷ്യം വഹിക്കാൻ പോയത്. ഇന്നിംഗ്സ് ആരംഭിച്ച പഞ്ചാബിന്റെ യുവരക്തം പ്രിയാംഷ് ആര്യ, ഖലീൽ അഹമ്മദിന്റെയും മാറ്റ് ഹെൻറിയുടെയും ആത്മവിശ്വാസം തകർത്തെറിഞ്ഞു. വെറും 11 പന്തുകൾ മാത്രം നേരിട്ട ആ യുവസിംഹം 4 കൂറ്റൻ സിക്സറുകളും 3 ബൗണ്ടറികളും അടക്കം 39 റൺസ് അടിച്ചുകൂട്ടി ചെന്നൈ ബൌളർമാരുടെ പേടി സ്വപ്നമായി മാറി. തുടർന്നെത്തിയ പ്രഭ്സിമ്രാൻ സിംഗ് 43 റൺസും ഓസ്ട്രേലിയൻ യുവതാരം കൂപ്പർ കനോലി 36 റൺസും നേടി പഞ്ചാബിന്റെ വിജയദാഹം ശമിപ്പിച്ചു. ഒടുവിൽ നായകൻ ശ്രേയസ് അയ്യർ 50 റൺസുമായി ചെന്നൈയുടെ ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണിയും അടിച്ചു. ചെപ്പോക്കിലെ ആ വലിയ മഞ്ചക്കടലിനെ പൂർണ്ണമായും നിശബ്ദമാക്കിക്കൊണ്ട് 210 റൺസെന്ന ആ കൂറ്റൻ ലക്ഷ്യം 8 പന്തുകൾ ബാക്കി നിൽക്കെ 5 വിക്കറ്റ് നഷ്ടത്തിൽ പഞ്ചാബ് മറികടന്നു. ബാറ്റിംഗ് കരുത്തിൽ ചെന്നൈയുടെ കോട്ട തകർത്തെറിഞ്ഞ പഞ്ചാബ് വീരന്മാരുടെ മുന്നിൽ CSKയ്ക്ക് വീണ്ടും തോൽവിയുടെ കൈപ്പുനീർ കുടിക്കേണ്ടി വന്നു. പരിക്കു കാരണം മഹേന്ദ്ര സിംഗ് ധോണി ഇന്നും കളിക്കാനിറങ്ങാത്തത് ചെന്നൈ ആരാധകർക്ക് വലിയ നിരാശയായി. തുടർച്ചയായ 2ാം ജയത്തോടെ പഞ്ചാബ് പോയിന്റ് പട്ടികയിൽ ഒന്നാമതെത്തിയപ്പോൾ ചെന്നൈ അവസാന സ്ഥാനത്തായി. ക്രിക്കറ്റ് എന്ന അനിശ്ചിതത്വങ്ങളുടെ കളിയിൽ ഒരു സ്കോറും സുരക്ഷിതമല്ലെന്ന് പഞ്ചാബ് കിങ്സ് ഇന്ന് തെളിയിച്ചിരിക്കുകയാണ്. സ്വന്തം തട്ടകമായ ചെപ്പോക്കിൽ ചെന്നൈക്ക് ഏൽക്കേണ്ടി വന്ന ഈ തോൽവി ആരാധകരെ വല്ലാതെ നിരാശരാക്കുന്നുണ്ട്. ഈ മത്സരത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ചില പ്രധാന ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കാനുണ്ട്. ആദ്യത്തേത് നമ്മുടെ സഞ്ജു സാംസണെക്കുറിച്ചാണ്. തുടർച്ചയായ 2 മത്സരങ്ങളിലും സഞ്ജുവിന് തിളങ്ങാൻ കഴിഞ്ഞില്ല. ചെന്നൈയുടെ ഓപ്പണിംഗിൽ സഞ്ജു പരാജയപ്പെടുകയാണോ, അതോ അദ്ദേഹം തന്റെ പഴയ ബാറ്റിംഗ് പൊസിഷനായ 3-ാം നമ്പറിലേക്ക് മാറണമെന്നാണോ നിങ്ങൾ കരുതുന്നത്? രണ്ടാമതായി, മഹേന്ദ്ര സിംഗ് ധോണിയുടെ അഭാവം. ധോണിയില്ലാത്ത ഒരു CSK ടീമിന് ആ പഴയ കരുത്തില്ലെന്ന് ഈ തോൽവികൾ അടിവരയിടുന്നുണ്ടോ? ധോണിയുടെ തന്ത്രങ്ങൾ മൈതാനത്തില്ലാത്തതാണോ ചെന്നൈ ബൌളർമാർക്ക് ഇത്രയധികം റൺസ് വഴങ്ങേണ്ടി വന്നതിന് കാരണം? കൂടാതെ 19 വയസ്സുകാരൻ ആയുഷ് മാത്രയുടെ പ്രകടനത്തെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? ചെന്നൈയുടെ ഭാവി വാഗ്ദാനമായി ഈ യുവതാരം മാറുമോ? നിങ്ങളുടെ കൃത്യമായ അഭിപ്രായങ്ങളും മറുപടികളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ആവേശകരമായ വീഡിയോയുമായി വീണ്ടും കാണാം.